ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് പാലക്ക് മഷ്റൂം കറിയാണ്. പഹാടി പാലക്ക് എന്നാണ് പറയുക. ഈ ഇലക്ക് പാലക്കിൻ്റെ ഇല എല്ലാവർക്കും അറിയുന്നില്ലേ, പക്ഷെ സാധാരണ പാലക്കിൻ്റെ ഇലയല്ല, കാണാൻ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ മലക്കോട്ടെല്ലാം കിട്ടുന്ന പാലക്ക് എന്നാണ് ഇവിടെ പറയുന്നത്, ഈ നാട്ടിലെ മലക്കോട്ടേക്ക് കിട്ടുന്നത്. സാധാരണ പാലക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എന്തോ ഒരു മണമുണ്ട് അതിന്. നമുക്ക് ഓരോ ഇലക്ക് ഓരോ മണം ഉണ്ടല്ലേ, മുരിങ്ങയിലക്ക് പിന്നെ അങ്ങനെ ഓരോരോ മുരിങ്ങയിലേൻ്റെ എല്ലാം വേറൊരു മണമില്ലേ, അങ്ങനെ ചീരക്ക് വേറൊരു മണം, അങ്ങനെയുണ്ടല്ലേ. അതുപോലെ പാലക്കിനൊരു മണമുണ്ട്. ആ മണം എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇവരെല്ലാം പറയും പാലക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പഹാടി പാലക്ക കഴിക്കേണ്ടതെന്ന്. അപ്പോൾ അത് ഉണ്ടാക്കാൻ മഷ്റൂം പാലക്ക്, വെറും പാലക്കും ഉണ്ടാക്കും, പിന്നെ ചിക്കൻ പാലക്ക് ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. ഞാനിത് മഷ്റൂം പാലക്കാണ് ഉണ്ടാക്കുന്നത്, നമ്മളെ കൂണിൻ്റെ അത്. അപ്പോൾ സാധാരണ എല്ലാവരും കൂണുണ്ടാക്കുന്ന പോലെ തന്നെ കൂണ് നല്ല വൃത്തിയിൽ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് വെക്കും. എന്നിട്ട് ചീനച്ചട്ടിയിൽ ഇവിടെ കടുകെണ്ണ, തണുപ്പ് സമയമല്ല, അപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ. നാട്ടിലുണ്ടാക്കുന്നവർ ഏത് എണ്ണ വണ്ടിക്കലും ഉപയോഗിക്കാം. അപ്പോൾ കടുകെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം, കടുകെണ്ണയാകുമ്പോൾ നല്ലോണം ചൂടായിട്ട് എണ്ണയിൽ നിന്ന് ഇങ്ങനെ എണ്ണ ചൂടായിട്ട് ആവി വരൂലേ, നമ്മൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ അങ്ങനെ വരണ്ടല്ലോ. ഇതാകുമ്പോൾ എണ്ണ ചൂടായിട്ട് ആവി വന്നാൽ ഈ ഒരു കുഴമ്പ് മണമായിരിക്കും അല്ലെങ്കിൽ കറിക്ക്. കടുകെണ്ണ ഈ കുഴമ്പെല്ലാം ഉണ്ടാക്കാൻ സാധാരണ എനിക്കൊന്ന് കടുകെണ്ണയ്ക്കല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ കറിക്കൊരു കുഴമ്പ് മണമായിരിക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് കടുകെണ്ണ നല്ലോണം ചൂടായിട്ട് ആവി വരുമ്പോൾ നമ്മൾ ജീരകം ഇടുക. ഒരു അര സ്പൂണ് ജീരകം ഇടും. ജീരകം പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് അതിലേക്കിടും. പിന്നെ ഉള്ളി നീളത്തിലല്ല, ചെറുതായിട്ട് നമ്മൾ ഉള്ളി വറുത്തിടാനെല്ലാം മുറിക്കുന്നില്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലോണം മൂപ്പിക്കും. പിന്നെ വെളുത്തുള്ളി ചതച്ചിടും അതിലേക്ക്. അപ്പോൾ ആ വെളുത്തുള്ളി ചതച്ചതിൻ്റെ നല്ല മണം വരണം, അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. അങ്ങനെയും വേണം. പിന്നെ തക്കാളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും അതിൻ്റെ കൂടെ ചേർക്കുക. അല്ലെങ്കിൽ പാലക്ക് വേവിക്കുമ്പോൾ ഒരു തക്കാളി ചേർക്കണം. ഞാനിപ്പോൾ പാലക്ക് വേവിക്കുമ്പോൾ ഞാൻ കുഞ്ഞ് തക്കാളി ആയതുകൊണ്ട് 2 തക്കാളിയും ചേർത്തിട്ടുണ്ടായിന്. അതുപോലെ പിന്നെ പച്ചമുളകും പാലക്ക് വേവിക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ കൂട്ടുമ്പോൾ ഇങ്ങനെ മുളക് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിന്നെ ഉള്ളിയിട്ട് ഈ മഷ്റൂം അതിലേക്കിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ട് അതിങ്ങനെ അടപ്പ് തുറന്ന് മാറ്റിയോ അടച്ചോ അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല നമ്മൾ സാധാരണ കൂണ് തോരൻ വറവ് പോലെയെല്ലാം ആവും അത്. അപ്പോൾ അതിലോട്ടേക്ക് പാലക്കിൻ്റെ ഇല നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കുക്കറിലിടുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇല ആയതുകൊണ്ട് അതിലേക്ക് ഇട്ടിട്ട് വെറുതെ ഒന്ന് ഒരു സീറ്റ് എടുപ്പിക്കുക. അധികം സീറ്റ് എടുപ്പിച്ച് അതിൻ്റെ കളർ നല്ല പച്ച കളർ മാറിയിട്ട് ഒരു വേറൊരു കറുപ്പടിക്കുന്ന കളർ വരും. അന്നേരം കറി കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റ് വന്നിട്ട് നമ്മൾ കുക്കർ വെള്ളം ഒഴിച്ച് തണിച്ചിട്ട് ഇലയും കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഇതുപോലെ പേസ്റ്റായിട്ട് വരും. എന്നിട്ട് ഈ മഷ്റൂം കറി ആയയിലേക്ക് ഒരുപാട് വെള്ളം നമ്മൾ മഷ്റൂമിൽ ഒഴിക്കാനേ വെള്ളാട്ടോ. ഉള്ളി ഇതെല്ലാം വഴറ്റുമ്പോൾ ആ വെള്ളേ വേണ്ടു, തക്കാളീൻ്റെ എല്ലാം വെള്ളേ വേണ്ടു. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കറി റെഡിയായി. നമ്മൾ ആദ്യം വറവിലെല്ലാം ഇട്ടത് അങ്ങനെ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ജീര റൈസിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. സാദാ ചോറിൻ്റെ കൂടെയും ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെയാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. ഇനി നാട്ടിൽ ആൾക്കാർ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, താങ്ക് യു.